എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം നവമസ്കന്ധം അധ്യായം 15 ശ്ലോകം 23, 24, 25, 26, 27, 28, 29 7 ശ്ലോകങ്ങള് ഇന്ന് നമുക്ക് നോക്കാം. അതിവീരപരാക്രമയായിട്ടുള്ള ആ രാവണനെ ആ കാർത്തവീരാർജുനൻ ഒരു കൊരങ്ങനെ പോലെ കെട്ടിയിട്ടു മാഹിഷ്മതി എന്ന രാജധാനിയിൽ. ശുക്ലാംബരധരം വിഷ്ണും ശശിവർണം ചതുർഭുജം പ്രസന്നവദനം ധ്യായേൽ സർവവിഘ്നോപശാന്തയേ ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ഗംഗണപതയേ നമഃ. സംസരസ്വത്യൈ നമഃ. ഗുരുഭ്യോ നമഃ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 23. സ ഏകദാതു മൃഗയാം വിചരൻ ഗഹനേ വനെ യദൃച്ഛയാശ്രമപദം ജമദഗ്നേരുപാവിശത്. സ അദ്ദേഹം ഏകദാ തു ഒരിക്കൽ ഗഹനേ വനെ ഘോരമായ വനത്തിൽ മൃഗയാം വിചരൻ നായാട്ടു ചെയ്യുന്നവനായിട്ട് യദൃച്ഛയാ അകാരണമായിട്ട് ജമദഗ്നേ ആശ്രമപദം ജമദഗ്നിയുടെ ആശ്രമസ്ഥാനത്തെ ഉപാവിശൽ പ്രവേശിച്ചു. രാവണനെയും കൂടി ജയിച്ച ആ മഹാപരാക്രമശാലിയായ കാർത്തവീരാർജുനൻ ഒരു ദിവസം ഘോരവനത്തില് നായാട്ട് ചെയ്ത് സഞ്ചരിക്കുകയായിരുന്നു. അങ്ങനെ യാദൃച്ഛികമായിട്ട് ജമദഗ്നി മഹർഷിയുടെ ആശ്രമത്തില് എത്തി. തസ്മൈ സ നരദേവായ മുനി അർഹണമാഹരൽ സസൈന്യമാത്യവാഹായ ഹവിഷ്മത്യാ തപോധന. സസൈന്യമാത്യവാഹായ തസ്മൈ നരദേവായ. സൈന്യങ്ങള്, അമാത്യന്മാര്, വാഹനങ്ങള് എന്നിവരോടുകൂടിയ ആ രാജാവിനായിക്കൊണ്ട് തപോധന സമുനി തപോധനനായ ആ മുനി ഹവിഷ്മത്യ കാമധേനുവിനെ കൊണ്ട് അർഹണം സൽക്കാരത്തെ ആഹരത് ചെയ്തു. രാജാവിന്റെ കൂടെ ധാരാളം സൈന്യങ്ങളുണ്ട്, വാഹനങ്ങളുണ്ട്, മന്ത്രിമാരുണ്ട്. ഇതെല്ലാവരും ഒരുമിച്ച് അനവധി ആളുകളോട് കൂടിയിട്ട് ആശ്രമത്തിൽ വന്നു കയറിയ ആ രാജാവിന് ലൗകിക ധനഹീനന്, ലൗകികമായിട്ടുള്ള യാതൊരു ധനവും ഇല്ല. എന്നാലോ തപസ്സാകുന്ന ധനത്തോടു കൂടിയ ആ ജമദഗ്നി മഹർഷി തന്റെ കാമധേനുവിന്റെ മഹാത്മ്യം കൊണ്ട് അതിഗംഭീരമായിട്ടുള്ള ഒരു സൽക്കാരം, സദ്യ കൊണ്ട് കൊടുത്തു രാജാവിന്. സവീര തത്രതൽ ദൃഷ്ട്വാ ആത്മൈശ്വര്യാതിശായനം തന്നാദ്രിയതാഗ്നിഹോത്ര്യാം സാഭിലാഷ സഹൈഹയ. വീരസഹൈഹയ വീരനായ അർജുനൻ തത്ര അവിടെ ആത്മൈശ്വര്യാതിശായനം തന്റെ ഐശ്വര്യത്തെ അതിശയിക്കുന്നതായ തത് ദൃഷ്ട്വ അതിനെ കണ്ടിട്ട് തത് ന ആദ്രിയത അതിനെ ആദരിച്ചില്ല. അഗ്നിഹോത്രിയാം അഗ്നിഹോത്രിയിൽ സ അഭിലാഷ അഭിലാഷമുള്ളവനായിരുന്നു. വീരനാണ് താൻ എല്ലാം കൊണ്ടും എന്ന് അഭിമാനിക്കണ ആ കാർത്തവീരാർജുനൻ മുനിയുടെ ആശ്രമത്തില് തന്റെ രാജധാനിയിലുള്ളതിനേക്കാൾ അത്യുത്കൃഷ്ടമായ ഐശ്വര്യം ഉണ്ടെന്ന് മനസ്സിലാക്കി. ഇതെന്താ ഇത്ര അനവധി പേര് വന്നിട്ടും, അത് മുൻകൂട്ടി അറിയിക്കാണ്ടാണ് വന്നത്, ആശ്രമത്തിൽ ചെന്നത്. എന്നിട്ടും ഗംഭീരമായിട്ടുള്ള സൽക്കാരം സത്യം തന്നെ അവർക്ക് കൊടുത്തു. അപ്പൊ പക്ഷേ കാർത്തവീരാർജുനൻ അത് ആ സൽക്കാരം കൊണ്ട് സന്തുഷ്ടനാവല്ല ചെയ്തത്. അസൂയ, അത്ര കുനിഷ്ട അസൂയാണ് അദ്ദേഹത്തിന് തോന്നിയത്. ഇത്ര മഹത്തായ ഐശ്വര്യത്തിന്റെ ആ ജന്മഭൂമിയായിട്ടുള്ള ഇതെങ്ങനെയാ അതിങ്ങനെ കിട്ടിയത്? അപ്പൊ ആ കാമധേനുവിന്റെ അനുഗ്രഹം കൊണ്ടാണ് ഇത് അദ്ദേഹത്തിന് സാധിച്ചതെന്ന് മനസ്സിലായി. അപ്പൊ ആ കാമധേനുവിനെ എനിക്ക് കിട്ടണം, അതിനെ കൊണ്ടുപോകണം. അതായിപ്പോ അദ്ദേഹത്തിന്റെ അത്യാഗ്രഹം. അപ്പൊ അഗ്നിഹോത്രത്തിന് ആവശ്യമായിട്ടുള്ള ഉപയോഗിക്കേണ്ടതാണ് കാമധേനുവിന്. അത് ശരിക്കും മഹർഷിക്കാണ് അത് വേണ്ടത്. അതിനെ ആഗ്രഹിച്ചത് ന്യായമാണോ? അതൊന്നും ന്യായമല്ല അത് അദ്ദേഹം വിചാരിക്കേണ്ടത്. വീരൻ, ഞാൻ വീരൻ, ഞാൻ കേമൻ, കേമന ഇതൊക്കെ എനിക്കാണ് വേണ്ടത്, ശ്രേഷ്ഠ വസ്തുക്കളൊക്കെ എനിക്കാണ് വേണ്ടതെന്നുള്ള ആ രാജാവിന്റെ വിചാരം കൊണ്ടാണ് ആ കാമധേനുവിനെ എനിക്ക് വേണം എന്ന് അദ്ദേഹം ആഗ്രഹിച്ചത് എന്ന് പറയുന്നു. ഹവിർത്ഥാനി മൃഷേർദർപ്പാൻ നരാൻ കർത്തുമചോദയൽ തേജമാഹിഷ്മതിം നിന്യു സവത്സാം ക്രന്ദതിം ബലാൽ. ദർപ്പാത് അഹങ്കാരം ഹേതുവായിട്ട് ഋഷിയിൽ നിന്ന് ഹവിർധാനി കാമധേനുവിനെ ഹർത്തും ഹരിപ്പാനായിക്കൊണ്ട് നരാൻ അചോദയൽ ജനങ്ങളെ അയച്ചു. തേച്ച അവരും സവത്സാം കുട്ടിയോടുകൂടിയതും ക്രന്ദതിം കരയുന്നവളുമായ അതിനെ ബലാൽക്കാരേണ മാഹിഷ്മതി എന്നു പേരായ രാജധാനിയിലേക്ക് നിന്നു നയിച്ചു. അഹങ്കാരം അങ്ങോട്ട് കൂടി അതിനെ ചോദിച്ചാൽ കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ്. അപ്പൊ അതിനെ അപഹരിക്കാൻ വേണ്ടിയിട്ട് ആൾക്കാരെ അയച്ചു. ആ കാമധേനുവിനെ അവിടുന്ന് കട്ടുകൊണ്ടുവരാൻ പറഞ്ഞു.
ആളുകളെ അയച്ചു കാർത്തവീര്യാർജുനൻ. അവര് ചെന്ന് മുനിക്കുണ്ടോ ഇവരെ തടയാൻ പറ്റണം? ബലാത്കാരേണ ആ പശുവിനെയും കുട്ടിയെയും അപഹരിച്ച് മാഹിഷ്മതി എന്ന പേരായ ആ കാർത്തവീര്യന്റെ രാജധാനിയിലേക്ക് കൊണ്ടുവന്നു. കാമധേനു ഉറക്ക കരയണം. മുനിയെ വിട്ടുപോകാൻ മനസ്സില്ല. കുട്ടിയുണ്ട്, അമ്മ വല്ല രണ്ടുപേരും ഉറക്ക കരയാണ്. രാജകങ്കരന്മാരുണ്ടാവും, അത് രാജാവ് പറഞ്ഞതല്ലേ അവരനുസരിക്കുക. അവരതൊന്നും പരിഗണിച്ചില്ല. അഥ രാജനി നിർയാതെ രാമ ആശ്രമമാഗത ശ്രുത്വാ തൽതസ്യ ദൗരാത്മ്യം ചുക്രോധാഹിരിവാഹത. അഥ രാജനി നിർയാതെ, അനന്തരം രാജാവ് പോയ സമയത്തിൽ ആശ്രമം ആഗത രാമ, ആശ്രമത്തെ പ്രാപിച്ച രാമൻ, തസ്യ അദ്ദേഹത്തിന്റെ, തത് ദൗരാത്മ്യം ആ ദുഷ്ടതയെ, ശ്രുത്വ കേട്ടിട്ട്, ആഹത അഹി ഇവ ചവിട്ടേറ്റ സർപ്പം എന്ന പോലെ, ചുക്രോധ ക്രോധിച്ചു. കാമധേനുവിനെ അപഹരിച്ചുകൊണ്ട് രാജാവ് പോയിന്ന് അറിഞ്ഞപ്പോ, രാമൻ അവിടെ ഉണ്ടായിരുന്നില്ല. പരശുരാമൻ ഉണ്ടായിരുന്നെങ്കിൽ അത് നടക്കില്ല. അതിനു മുമ്പ് ആശ്രമം വിട്ട് പുറത്തു പോയിരുന്ന രാമൻ ആശ്രമത്തിലേക്ക് മടങ്ങി വന്നപ്പോ അച്ഛൻ പറഞ്ഞു, ജമദഗ്നി മഹർഷി പറഞ്ഞു, ഇങ്ങനെ രാജാവ് ചെയ്ത ആക്രമം. കാലുകൊണ്ട് ചവിട്ടേറ്റ സർപ്പം എന്ന പോലെ ക്രോധിച്ചു രാമൻ. വേഗം പരശും എടുത്തിട്ട് അങ്ങോട്ട് ചെന്നു കാർത്തവീര്യാർജുനന്റെ അടുത്തേക്ക്. ഘോരമാദായ പരശും സതൂണം ചർമ്മകാർമുകം അന്വധാവത ദുർധർഷോ മൃഗേന്ദ്രൈവ യൂഥപം. ഘോരം പരശും, ഭയങ്കരമായ പരശുവിനെയും, ചർമ്മത്തെയും, സതൂണം തൂണത്തോടുകൂടി, കാർമുകം വില്ലിനെയും ആദായ എടുത്തിട്ട്, ദുർധർഷ എതിർക്കപ്പെടാൻ കഴിയാത്ത രാമൻ, മൃഗേന്ദ്ര യൂഥപം ഇവ സിംഹം ഗജേന്ദ്രനെ എന്ന പോലെ, അന്വധാവത അനുധാവനം ചെയ്തു. ഉടനെ ഭയങ്കരമായ പരശു, വില്ല്, ആവനാഴി, പരിച ഇതൊക്കെ അങ്ങോട്ട് എടുത്തുകൊണ്ട് ആർക്കും എതിർക്കാൻ കഴിയില്ല. അത്ര വീരനാണ് പരശുരാമൻ. സിംഹം ഗജേന്ദ്രന്റെ പിന്നാലെ ഓടുന്നത് പോലെ കാർത്തവീര്യാർജുനന്റെ പിന്നാലെ അങ്ങോട്ട് പാഞ്ഞു പരശുരാമൻ. തമാപതന്തം ഭൃഗുവര്യമോജസ ധനുർധരം ബാണപരശ്വതായുധം ഐണേയ ചർമാംബരമർക്കധാമവിർയുധം ജഡാഭിദൃശേ പുരിം വിശൻ. ഓജസ ആപതന്തം, ശക്തിയോടുകൂടി പാഞ്ഞു വരുന്നവനും, ധനുർധരം വില്ലു ധരിച്ചവനും, ബാണപരശ്വായുധം ബാണം, വെൺമഴു മുതലായ ആയുധങ്ങളോടുകൂടിയവനും, ഐണേയ ചർമാംബരം കൃഷ്ണമൃഗത്തോൽ ഉടുത്തിരിക്കുന്നവനും, അർക്കധാമഭി ജഡാഭി യുതം സൂര്യകിരണങ്ങൾ പോലെ ഇരിക്കുന്ന ജടകളോടുകൂടിയവനുമായ ഭൃഗുവര്യം തം, ഭൃഗുവര്യനായ അദ്ദേഹത്തെ, പുരിയും വിശൻ പുരിയെ പ്രവേശിക്കുന്ന അർജുനൻ ദർശിച്ചു കണ്ടു. കാർത്തവീര്യാർജുനൻ കാമധേനുവിനെ അപഹരിച്ചുകൊണ്ട് തന്റെ രാജധാനിയായ മാഹിഷ്മതിയിൽ എത്താറായപ്പോ തന്നെ പിന്തുടർന്നു വരുന്ന രാമനെ കണ്ടു. അമ്പും വില്ലും പരശുവും ധരിച്ചും, കൃഷ്ണമൃഗത്തിന്റെ തോലുടുത്തും, ബാലസൂര്യകിരണങ്ങൾ പോലെ ചെമ്പിച്ച ജടകൾ ധരിച്ചും കൊണ്ട് അതിശക്തിയോടുകൂടി പാഞ്ഞുകൊണ്ടാണ് പരശുരാമൻ വരണതെന്ന് കാർത്തവീര്യാർജുനൻ കണ്ടറിഞ്ഞു. പിന്നതാ കാർത്തവീര്യാർജുനൻ പരശുരാമനോട് യുദ്ധം ചെയ്യാണ്. ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.